കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിച്ചു നിന്നാണ്. എന്റെ ആരാധനയെ, എന്റെ മുഴുവൻ സ്തുതിയെ, എന്റെ ജീവിതമേ ആരാധന. Nothing holding back. Nothing holding back. വേറെ ആർക്കും വേർതിരിക്കാതെ, മറ്റാർക്കും കൊടുക്കാതെ മുഴുവൻ ആരാധനയും മുഴുവൻ സ്തുതിയും. Lift your voice everyone. എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തി ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിച്ചു. ram shandhana mauti dibigabala rakunias chalachaya kadena mautiana mane hituru bokunias. Come on, come on, come on. കണ്ണുകൾ നിറഞ്ഞൊഴുകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്തമായത് നമ്മൾ കാണുവാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്തമായത് നമ്മൾ പ്രാപിപ്പാൻ പോകുകയാണ്. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Respond to the Holy Spirit. Respond to the Holy Spirit. Open your mouth widely. Shabdamuyati. രണ്ട് കരങ്ങൾ ഉയർത്തി വാ തുറന്ന് പറഞ്ഞേ, പ്രിയ കർത്താവേ. എല്ലാവരും ശബ്ദം ഉയർത്തി, പ്രിയ കർത്താവേ, ഇന്ന് രാത്രി അവിടുന്ന് അടിയനോട് അരുളി ചെയ്യണമേ. അടിയൻ കേൾക്കാം, അനുസരിക്കാം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മാവിൻ്റെ, എൻ്റെ പ്രാണൻ്റെ, എൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും അവിടുന്ന് ഏറ്റെടുക്കണമേ. ദുഷ്ടപിശാചേ, പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ നിനക്കെന്റെ മേൽ അധികാരമില്ല. യേശുവിൻ്റെ രക്തത്തിൻ മറവിൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ മറയ്ക്കുന്നു. കർത്താവേ, അവിടുന്ന് എനിക്കായി ശുശ്രൂഷിക്കും. എല്ലാ മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. രണ്ട് കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. നാം ചിന്തിച്ച് വന്നത് സ്തോത്രം എബ്രാലേഖനം 12-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 12, എബ്രാലേഖനം 12-ാം അധ്യായം, അതിൻ്റെ സ്തോത്രം 1-2 വാക്യങ്ങളും റോമർക്ക് ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് മാത്രമേ നമ്മുടെ ശ്രദ്ധയെ ഇന്ന് രാത്രി നമ്മൾ സ്തോത്രം തിരിക്കുന്നത്. ഹല്ലേലൂയ. റോമർക്ക് ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെണ്ണം ഭാവിക്കണമെന്ന്. വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. ശബ്ദം ഉയർത്തി പറഞ്ഞേ, വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. ശബ്ദം ഉയർത്തി. സ്തോത്രം. എബ്രാലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ ആരംഭത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഭാഗം ഭാഗമായി വിവിധമായി ദൈവം പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ആദ്യത്തെ അധ്യായം ആരംഭിക്കുന്നത് ദൈവം യേശു കർത്താവ് പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നു ദൂതന്മാരെക്കാൾ വലിയവനാണ്. തുടർന്ന് നമ്മൾ കാണുന്നു മോശയേക്കാൾ, അതല്ലെങ്കിൽ സ്തോത്രം, അതെ, മോശയേക്കാൾ വലിയവനാണ്. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം യാഗങ്ങളെക്കാൾ 5 പ്രധാനപ്പെട്ട യാഗങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യാഗങ്ങളെക്കാൾ വലിയവനാണ്. ദെൻ യാഗപീഠത്തെക്കാൾ അവൻ വലിയവനാണ്. ദേവാലയത്തെക്കാൾ വലിയവനാണ്. നാളെ നമ്മൾ കേൾക്കും രാജാക്കന്മാരെക്കാൾ അവൻ വലിയവനാണ്. സ്തോത്രം. എബ്രാലേഖനം 11-ാം അധ്യായത്തിൽ എല്ലാ വിശ്വാസ വീരന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നു അവൻ വിശ്വാസത്തെയും വിശ്വാസ വീരന്മാരെയും കാൾ വലിയവനാണ്. ആമേൻ. നമ്മൾ വിശ്വാസികളാണ്. എല്ലാ വിശ്വാസികളും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ നാച്ചുറൽ ലൈഫ്. ഞാനിത് വീണ്ടും ആവർത്തിക്കും. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഒരു അത്ഭുതത്തിൻ്റെ ജീവിതമാണ്. വളരെ ശ്രദ്ധിക്കുക. ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്തോത്രം ദൈവവചനത്തിൻ്റെ കൃത്യതയോടെ നമ്മൾ വചനം പ്രാപിച്ച് നമ്മൾ കടന്നു പോവുകയാണ്. സ്തോത്രം. വളരെ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു സ്തോത്രം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. ഒരിക്കൽ കൂടെ, ഹി ഈസ് ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. വിശ്വാസ ജീവിതം ആദ്യത്തെ 6 മാസം കൊണ്ട് തീർന്നു പോകുന്നതല്ല. വിശ്വാസ ജീവിതം ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ മാസം കഴിയുന്തോറും അതിൻ്റെ ലഹരി വർദ്ധിക്കുന്നത് അത്രേ. കാരണം കർത്താവ് സ്തോത്രം ആരംഭത്തിൽ എളുപ്പമായതും അന്ത്യത്തിൽ ഏറ്റവും ലഹരി പിടിച്ചത് നൽകുന്നതാണ്.
അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ നോക്കി പിന്മാറിപ്പോകുമെന്ന് പറഞ്ഞെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ സഭ പൂട്ടുമെന്ന് പറഞ്ഞെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ ശുശ്രൂഷ കെട്ടുപോകുമെന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ പറയട്ടെ, സ്തോത്രം, അവരുടെ നടുവിൽ തന്നെ ഓരോ ദിവസം കഴിയുന്തോറും മൂർച്ചയുള്ളവരായി തഴപ്പോടെ തളരാതവണ്ണം നടത്തുവാൻ ശക്തിയുള്ളവനാണ് ദൈവം. വില്യം ബൂത്ത് എന്ന പേരുള്ളതായ ദൈവത്തിൻ്റെ ദാസൻ, സാൽവേഷൻ ആർമിയുടെ സ്ഥാപക നേതാവാണ് വില്യം ബൂത്ത്. അദ്ദേഹം സ്തോത്രം ഇംഗ്ലണ്ട് ദേശത്തിൽ അതിശക്തമായി കർത്താവ് തന്നെ പ്രയോജനപ്പെടുത്തിയുണ്ടായി. ഇംഗ്ലണ്ട് ദേശത്തിൽ വളരെ ശക്തമായി ദൈവമായ കർത്താവ് തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞു, ഗോ ടു അയർലൻഡ്. അയർലൻഡിൽ പോയി ദൈവത്തിൻ്റെ വചനം പറയുക. അങ്ങനെ അയർലൻഡിലേക്ക് പോകാൻ താൻ കപ്പൽ കയറി സ്തോത്രം. ആ കപ്പൽ നടുക്കടലിലാകുമ്പോൾ പെട്ടെന്ന് ക്യാപ്റ്റൻ ഇങ്ങനെ വിളിച്ചു പോവുകയാണ്. കപ്പിത്താൻ പറയുന്നു, ഈ കപ്പലിൻ്റെ അടിത്തട്ട് ഇതാ വെണ്ട് കീറിയിരിക്കുന്നു, ഭയങ്കരമായ വെള്ളം ഇതാ ഇരച്ചു കയറുന്നു, നമ്മളിതാ മുങ്ങുവാൻ പോവുകയാണ്. പെട്ടെന്ന് വില്യം ബൂത്ത് എന്ന ദൈവദാസൻ എഴുന്നേറ്റ് പറഞ്ഞു, ഈ കപ്പൽ മുങ്ങത്തില്ല. ക്യാപ്റ്റൻ പറയുന്നു മുങ്ങാൻ പോകുന്നു, ദൈവദാസൻ പറയുന്നു ഈ കപ്പൽ മുങ്ങത്തില്ല. ഉടനെ സ്തോത്രം ആ ക്യാപ്റ്റൻ ചോദിച്ചു, എന്തുകൊണ്ട് കപ്പൽ മുങ്ങത്തില്ല? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവും കൂടെ ഈ കപ്പലിലുണ്ട്. വല്ലോ മനസ്സിലായോ? കർത്താവ് വിളിച്ചിറക്കിയിട്ട് മുക്കിക്കളയത്തില്ലെന്ന്. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, ഇത് അറിയാതെ പൊട്ടി തകർന്ന് വിണ്ട് കീറിയിരിക്കുക. അദ്ദേഹം പറഞ്ഞു, അറിയാതെ കീറിയതെല്ലാം അറിയാതെ അടയും. ആ സെക്കൻഡിൽ തന്നെ എവിടെ നിന്നെന്നറിയത്തില്ല, ഒരു കാട്ടുപന്നി, കടൽപ്പന്നി, കാട്ടുപന്നിയല്ലല്ലോ, കടൽപ്പന്നി, കടലിലാണല്ലോ, കാട്ടിലല്ലല്ലോ, ഒരു കടൽപ്പന്നി എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക മത്സ്യം ആ ദ്വാരത്തിലേക്ക് ഇടിച്ചു കയറി. അറിയാതെ തുറന്നത് അറിയാതെ അടഞ്ഞു. ആ കപ്പൽ കൃത്യമായി സ്തോത്രം അയർലൻഡിൻ്റെ തീരത്ത് അണഞ്ഞു. ഇംഗ്ലണ്ടിൽ കണ്ടതിനേക്കാൾ ശക്തമായ ആത്മീയ ഉണർവ് ആ ദൈവദാസനിലൂടെ അയർലൻഡിൽ ദൈവമായ കർത്താവ് ചെയ്യുകയുണ്ടായി. നിങ്ങളെ രക്ഷയിലേക്ക്, നിങ്ങളെ വേർപാടിലേക്ക്, നിങ്ങളെ ആത്മീയ സത്യത്തിലേക്ക് വിളിച്ചിറക്കിയവനായ ദൈവം 4 പേർ കൂടുന്നിടത്ത് നിങ്ങളുടെ തലയെ ഒരിക്കലും കുനിക്കത്തില്ല. പകരം നിങ്ങളുടെ ആരംഭത്തെക്കാൾ നിങ്ങളുടെ അവസാനത്തെ നല്ലതാക്കി അത്ഭുതകരമായി നിങ്ങളെ വഴി നടത്തുക തന്നെ ചെയ്യും. ആ വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. സോ വിശ്വാസത്തിന് പല അളവുകൾ ഉണ്ടെന്നാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത്. ദർ ആർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് മെഷർ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ അളവ്. സൂര്യനിൽ നിന്നാണ് എല്ലാ വിധത്തിലുള്ള ഊർജ്ജവും കടന്നു വരുന്നത് പോലെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിൽ നിന്നാണ് എല്ലാ വിധത്തിലുള്ളതായ വിശ്വാസത്തിൻ്റെ അളവുകളും അതേ മഴ പോലെ മാരി പോലെ നമ്മുടെ മേൽ പെയ്തിറങ്ങുന്നത്. സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. ദർ ഇസ് ആൻ എഫക്റ്റ് നെഗറ്റീവ് ഇമ്പൾസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന് ഒരു ശത്രുവുണ്ട്. വിശ്വാസിയുടെ ശത്രു കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടതുപോലെ സാത്താനും അവൻ്റെ ദൂതന്മാരുമാണ്. വിശ്വാസിയുടെ ശത്രു സാത്താനാണ്. സ്തോത്രം. എഫെസ്യർ 6:12 പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വലോകങ്ങളെ ദുഷ്ടാത്മ സൈന്യത്തോടും അത്രേ. ആരോ ഉഴപ്പിയിരിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ ഞാൻ പറയട്ടെ, നിന്റെ ശത്രു അമ്മായിയമ്മയല്ല, നിന്റെ ശത്രു സാത്താനും അവൻ്റെ ദൂതന്മാരും അത്രേ. അപ്പോൾ വിശ്വാസിയുടെ ശത്രു സ്തോത്രം സാത്താനായിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ശത്രു അവിശ്വാസമാണ്. എവിടെയാണോ അവിശ്വാസമുള്ളത് അവിടെ കർത്താവ് നിശ്ചലനാണ്. എവിടെയാണോ അവിശ്വാസമുള്ളത് അവിടെ കർത്താവ് പ്രവർത്തിക്കുന്നില്ല. അവിശ്വാസമുള്ള സഭയിൽ, അവിശ്വാസമുള്ളതായ കുടുംബത്തിൽ, അവിശ്വാസമുള്ള ജീവിതത്തിൽ യേശു കർത്താവ് സ്തോത്രം പ്രവർത്തിക്കുകയില്ല. സ്തോത്രം. ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് യേശു കർത്താവ് പിശാചിനെ ശാസിച്ചു. ഉയർത്തെഴുന്നേറ്റ ശേഷം അവൻ അവിശ്വാസത്തെ ശാസിച്ചു. ഇന്ന് രാത്രി എൻ്റെ പ്രാർത്ഥന ഇതാണ്, ജബലാരിയിൽ കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ മെശിഹ അവിശ്വാസത്തെ ശാസിക്കട്ടെ. യേശു തൻ്റെ സ്വന്തം ദേശത്തേക്ക് കടന്നു വരികയാണ്. യേശു നസ്രേത്ത് എന്ന സ്വന്തം ദേശത്തേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ പറയുന്നു, അവിടെ അവന് വീര്യപ്രവൃത്തികൾ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു സ്തോത്രം അതേ നസ്രേത്തിലേക്ക് വരുന്ന വഴിയിൽ അവൻ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തിട്ടാണ് വരുന്നത്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം നോക്കുമ്പോൾ 3 മേജർ മിറക്കിൾസ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. ഒരു മനുഷ്യനിൽ നിന്ന് ഭൂതം പുറത്തു പോകുന്നു. രക്തസ്രവക്കാരി വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് അത്ഭുതകരമായി അവൾ സൗഖ്യമാക്കുന്നു. യായിറോസിൻ്റെ മകൾ എഴുന്നേൽക്കുന്നു. ഭൂതം പോകുന്നു, രോഗം മാറുന്നു, മരിച്ച വ്യക്തി എഴുന്നേൽക്കുന്നു. 3 അത്ഭുതമാണ് ഓൺ ദ വേ നടക്കുന്നത്. അവിടെ നിന്ന് പോകുമ്പോഴോ അവൻ്റെ അടുക്കൽ വരുന്ന വലിയൊരു കൂട്ടം ജനം വന്ന് സൗഖ്യമായി മാസ് മിറക്കിൾ നടക്കുകയാണ്. സ്തോത്രം. പിന്നെ രോഗികൾ ഇല്ല എന്ന് പറയത്തക്ക ക്രമത്തിൽ വലിയൊരു കൂട്ടം ജനം യേശു കർത്താവിൻ്റെ മുൻപിൽ അത്ഭുതകരമായി സ്തോത്രം അതേ പോകുമ്പോൾ സൗഖ്യമാകുകയാണ്. വരുമ്പോഴും അത്ഭുതം, പോകുമ്പോഴും അത്ഭുതം. അവിടെ മാത്രമൊന്നും നടക്കുന്നില്ല.
വരുന്ന വഴിയിലും അത്ഭുതം, പോകുന്ന വഴിയിലും അത്ഭുതം. അവിടെ നസ്രത്തിൽ മാത്രം ഒന്നും നടക്കുന്നില്ല. വൈ? ബിക്കോസ് ഓഫ് ദെയർ അൺബിലീഫ് ആൻഡ് ഡൗട്ട്. അവിടെ അവിശ്വാസം നിമിത്തം അവിടെ അവന് വീര്യപ്രവൃത്തികൾ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ യേശു അവിശ്വാസം ശാസിക്കുമ്പോൾ സ്തോത്രം, സാത്താൻ നിശ്ചലനാകട്ടെ, പകരം ദൈവം ചലിക്കട്ടെ. സാത്താൻ നിശ്ചലമാകുന്നതായ, സാത്താൻ സൈലന്റ് ആകുന്ന ഒരു സീസണാക്കി കർത്താവ് ഈ ദിവസങ്ങളിൽ തീർക്കുമാറാകട്ടെ. കാറ്റടിക്കുന്നത് പോലെ, വെള്ളം സ്തോത്രം അതെ തിളയ്ക്കുന്നത് പോലെ, നദി ഒഴുകുന്നത് പോലെ, തീ ജ്വലിക്കുന്നത് പോലെ ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഞാൻ എല്ലാ ദിവസങ്ങളും ദൈവ പ്രവൃത്തിയുടെ ദിവസങ്ങളാകട്ടെ. ഞായറാഴ്ച മാത്രമല്ല, വെള്ളിയാഴ്ച മാത്രമല്ല, എല്ലാ ദിവസങ്ങളും നിങ്ങൾക്കായി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി, നിങ്ങളുടെ ആത്മീയത്തിനായി, ഭൗതികത്തിനായി കർത്താവിൻ്റെ ചലനം വെളിപ്പെടട്ടെ. ഒരിക്കലും ചിന്തിക്കല്ല 21 ഇരുന്നാലേ കിട്ടത്തുള്ളൂ, 3 കിട്ടിയ 24 കിട്ടത്തുള്ളൂ. ഉപവസിക്കുന്നവർക്കായി സ്തോത്രം. ഉപവാസം വളരെ നല്ലതാണ്. പക്ഷേ ഞാൻ പറയട്ടെ, സ്തോത്രം, നീ ഉപവസിക്കുന്നത് കൊണ്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്, പകരം ദൈവം സർവശക്തനായത് കൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നെഗറ്റീവായ അവിശ്വാസം നമുക്ക് വേണ്ട. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ അവിശ്വാസം ശാസിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അവിശ്വാസത്തെ അവൻ ശാസിക്കട്ടെ. അവിശ്വാസം വേണ്ട. അവിശ്വാസത്തിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ പിന്നെ തുടർന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് അത്രേ അല്പവിശ്വാസം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, അല്പവിശ്വാസം. ഒരിക്കൽ കൂടെ ബിജു മനോഹരമായിട്ട് വർഷിപ്പ് ലീഡ് ചെയ്തപ്പോൾ ബിജു പറഞ്ഞു, മത്തായി സുവിശേഷം 14 അധ്യായം 31 വാക്യം, യേശു കർത്താവ് പത്രോസിനെ നോക്കി ഇപ്രകാരമാണ് പറഞ്ഞത്, അല്പവിശ്വാസിയെ നീ ഭയപ്പെട്ടത് എന്ത്? നമുക്കറിയാം കർത്താവ് കടലിന് മുകളിലൂടെ നടന്നു. എന്നാൽ പത്രോസ് എടുത്തുചാട്ടക്കാരനെന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ ഞാൻ പറയും, എടുത്തുചാട്ടക്കാരനായി ആര് നിന്നോ അവൻ്റെ പേരിൽ മാത്രമേ ദൈവം ഒരു കൊയ്ത്ത് നടത്തത്തുള്ളൂ. കേട്ടോ, 11 പേർ കംഫർട്ട്സ് സോണായിട്ട് ഇരുന്നവൻ്റെ പേരല്ല. പിന്നെയോ പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്ന്. നമ്മൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ, കർത്താവ് ഈ കാറ്റിനെ ഒന്ന് സ്തോത്രം ശാന്തമാക്കണമേ, ഈ തിരയെ ഒന്ന് അടക്കണമേ എന്ന് നമ്മൾ പറഞ്ഞേനെ. എന്നാൽ ആ റിസ്ക് ഉള്ളപ്പോൾ തന്നെ, ഞാൻ വീണ്ടും പറയുന്നു, ആ റിസ്ക് ഉള്ളപ്പോൾ തന്നെ പത്രോസ് പറയുന്നു, ഈ സ്തോത്രം അതെ കാറ്റടിക്കുമ്പോൾ, ഈ തിരമാല ഉള്ളപ്പോൾ തന്നെ ഒരു അഡ്വഞ്ചറിന് വേണ്ടി, ഒരു സാഹസികതയ്ക്ക് വേണ്ടി ഞാനിതാ തയ്യാറാക്കുകയാണ്. ദുബായിയുടെ മണ്ണിൽ സാഹസികമായ ചിലതിന് വേണ്ടി കർത്താവ് ചിലതിനെ വിളിക്കുകയാണ്. സാഹസികതയ്ക്ക് വേണ്ടി ആരാണോ ദൈവസന്നിധിയിൽ മുന്നോട്ട് വരുന്നത്, അവരായിരിക്കും ഈ തലമുറയിൽ അത്ഭുതങ്ങളെ ചുമക്കുവാൻ വേണ്ടി പോകുന്നത്. അവരായിരിക്കും ഈ തലമുറയിൽ ഒരു വലിയ ആത്മീയ ശുശ്രൂഷയുടെ പുതപ്പ് ഏറ്റെടുത്ത ദൈവകൃപയിൽ ജ്വലിക്കുവാൻ പോകുന്നത്. പത്രോസ് ഇതാ നടന്നു. എന്നാൽ അവൻ മുങ്ങി തുടങ്ങുമ്പോൾ സ്തോത്രം ബൈബിൾ പറയുന്നു, തക്ക സമയത്ത് കർത്താവ് അവനെ ഉയർത്തി. 1 പത്രോസ് 5:6 പത്രോസ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം പറയുകയാണ്, വർഷങ്ങൾക്ക് ശേഷം എഴുതുമ്പോൾ പറയുകയാണ്, humble yourself so that he may exalt you in his due time. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, തക്ക സമയത്ത്. എല്ലാം തീർന്നെന്ന് ചിന്തിച്ചപ്പോ, എല്ലാം അവസാനിച്ചെന്ന് ചിന്തിച്ചപ്പോ, ഇതാ കാറ്റെന്നെ തകർത്തു, തിരമാല എന്നെ മുക്കി എന്ന് ചിന്തിച്ചപ്പോ, ഒരു ബലമുള്ളതായ കരം, കാറ്റിനേക്കാൾ തിരമാലയേക്കാൾ ബലമുള്ളതായ കരം. നിങ്ങൾ മിണ്ടുന്നില്ല. കാറ്റിനെയും തിരമാലയും സൃഷ്ടിച്ചതായ കരം, കടലിനെ സൃഷ്ടിച്ചതായ ബലമുള്ളതായ കരം യേശു കർത്താവിനെ പിടിച്ചിട്ട് അവനെ ഉയർത്തിയിട്ട് ചോദിക്കുന്നു, അല്പവിശ്വാസിയെ നീ ഭയപ്പെട്ടത് എന്ത്? അർത്ഥം, സാഹചര്യങ്ങളെ ഭയപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേര് വിശ്വാസിയല്ല, നിങ്ങൾ അല്പവിശ്വാസിയത്രേ. അടുത്തിരിക്കുന്നവർ തൊട്ട് മുഖത്തൊക്കെ ചിരിക്കണം. ചിരിച്ചിട്ട് പറഞ്ഞാട്ടെ, നമ്മൾ സാഹചര്യങ്ങളെ ജയിക്കുന്നവരാണ്. പറഞ്ഞാട്ടെ, നമ്മൾ സാഹചര്യങ്ങളെ ജയിക്കുന്നവരാണ്. നമ്മൾ സാഹചര്യം നോക്കി ഭയപ്പെടുന്നവരല്ല. വി ആർ ഓവർകമേഴ്സ്. നമ്മൾ സ്തോത്രം ജയിക്കുന്നവരാണ്, സാഹചര്യങ്ങളെ ജയിക്കുന്നവരാണ്, നമ്മൾ ഡോക്ടേഴ്സ് റിപ്പോർട്ടിനെ ജയിക്കുന്നവരാണ്, നമ്മൾ പാരമ്പര്യങ്ങളെ ജയിക്കുന്നവരാണ്, ചുറ്റുപാടുകൾ നമ്മൾ ജയിക്കുന്നവരാണ്. അസ്ഥി താഴ്വര പോലെയുള്ളതായ ജീവിതത്തിൻ്റെ അവസ്ഥകളായിരിക്കാം, പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ സാഹചര്യങ്ങളെ ജയിക്കുന്നവരാണ്. സാഹചര്യം നമ്മളെ ജയിക്കത്തില്ല, പകരം സാഹചര്യത്തെ നമ്മൾ ജയിക്കുന്നവരാണ്. എഴുതിയിട്ട് കാണാതെ പഠിക്കാൻ ഒരു സ്തോത്രം യഥാർത്ഥ അതേ ആത്മീയ സത്യം ഞാൻ പറയാം. നിങ്ങൾ യഥാർത്ഥ ഒരു ആത്മീയരാണ് എങ്കിൽ, നിങ്ങൾ ഒരു യഥാർത്ഥ ആത്മീയരാണെങ്കിൽ ഭൗതിക മണ്ഡലത്തിൽ സംഭവിക്കുക ഒന്നും ആത്മീയനെ ബാധിക്കത്തില്ല. ആമേൻ. നിങ്ങൾ ആത്മീയനാണെങ്കിൽ ഭൗതിക മണ്ഡലത്തിൽ സംഭവിക്കുന്ന ഒന്നും, ഉപ്പുവെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തിന്റെ അകത്ത് ഉപ്പില്ലാത്തതുപോലെ സ്തോത്രം ഭൗതിക മണ്ഡലത്തിൽ സംഭവിക്കുന്ന ഒന്നും ആത്മീയ ജീവിതത്തിൽ സ്തോത്രം ആത്മീയനെ ബാധിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത്തെ പാട്ട്, വേഗത കൂടുമ്പോൾ കൈയടിക്കുന്നവനല്ല ആത്മീയൻ, ജീവിതത്തിന്റെ യോർദാൻ പൊങ്ങുമ്പോൾ പെട്ടകമെടുത്ത് അതിനെ വിഭാഗിക്കുന്നവനാണ് ആത്മീയൻ.
സാഹചര്യത്തെ ജയിക്കുന്നവനാണ് വിശ്വാസി. എന്നാൽ സാഹചര്യത്തെ കണ്ട് ഭയപ്പെടുന്നെങ്കിൽ നീ അല്പവിശ്വാസി അത്രേ. രണ്ടാമത് അല്പവിശ്വാസിയെ കുറിച്ച് കർത്താവ് വീണ്ടും സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാളെക്കുറിച്ച് വിചാരപ്പെടുന്നവൻ സ്തോത്രം അതേ അല്പവിശ്വാസി അത്രേ. എന്തു തിന്നും, എന്തു കുടിക്കും, എന്ത് സ്തോത്രം അതെ എങ്ങനെ ജീവിക്കുമെന്ന് നാളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുന്നെങ്കിൽ അടുത്ത ദിവസം എന്താകും, എൻ്റെ ഭാവി എന്താകും, എൻ്റെ കുടുംബം എന്താകും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്താകുമെന്ന് നാളെക്കുറിച്ച് വിചാരപ്പെടുന്നു എങ്കിൽ സ്തോത്രം നിങ്ങൾ അല്പവിശ്വാസി അത്രേ. പക്ഷേ എൻ്റെ കണ്ണിൽ നോക്കിയാട്ടെ, ഞാൻ കൃത്യമായി പറയട്ടെ, സ്തോത്രം നമ്മുടെ നാളെ എന്താകും, നമ്മുടെ ഇന്നലത്തെക്കാൾ നമ്മുടെ നാളെ നന്നാകുമെന്ന് ഇന്ന് ഗ്രഹിച്ചു കൊള്ളുക. നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മുടെ ഇന്നലത്തെക്കാൾ നമ്മുടെ നാളെ നന്നാകാൻ പോകുകയാണ്. എത്ര പേർ ആമേൻ പറയ്? നമ്മുടെ ഇന്നലത്തെക്കാൾ നമ്മുടെ നാളെ നല്ലതാകാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. നമ്മൾ കണ്ട മഹത്വത്തെക്കാൾ നമ്മൾ കാണാൻ പോകുന്നത് വലുതാണ്. നമ്മൾ ചെയ്തതിനേക്കാൾ ചെയ്യാൻ പോകുന്നത് വലുതാണ്. നമ്മൾ പ്രസംഗിച്ചതിനേക്കാൾ പ്രസംഗിക്കാൻ പോകുന്നത് വലുതാണ്. ഓ, നമ്മുടെ നല്ല കാലം പിൻപിലല്ല, നമ്മുടെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് പകൽ എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടവനായി നിങ്ങൾ ഇതിനകത്ത് കയറിയാലും, എത്ര വലിയ തകർച്ചകൾ നിങ്ങൾ കണ്ടാലും, യോബിന് തുല്യമായി 10 മക്കളെ ഒരു ദിവസം അടക്കിയിട്ട് വന്നാലും, സ്തോത്രം എത്രത്തോളം സ്വന്തം പ്രാണനൊഴികെ സകലത നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസത്തിൽ പിടിച്ചു നിന്നാൽ, വിശ്വാസത്തിൽ പിടിച്ചു നിന്നാൽ, നിങ്ങൾ വേണ്ടതില്ല, വിശ്വാസത്തിൽ പിടിച്ചു നിന്നാൽ ഇന്ന് രാത്രി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, എത്ര വലിയ തകർച്ചകളും എത്ര വലിയ നഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ പിൻകാലത്തെക്കാൾ മുൻകാലത്തെ ഏറ്റവും അധികമായി അതേ അനുഗ്രഹിപ്പാൻ നിറപ്പാൻ കഴിവുള്ള ദൈവം നിനക്കായി ജീവിക്കുന്നു. അയ്യോ ബ്രദർ, അതിന് അവര് തകർന്നല്ലോ, ഇവര് തകർന്നല്ലോ. ഓ സ്തോത്രം. കുഞ്ഞുങ്ങളെ, ടൈറ്റാനിക് പോലും തകർന്നു പോയി. ടൈറ്റാനിക്കിൽ ദൈവമില്ലായിരുന്നു, എന്നാൽ നോഹയുടെ പെട്ടകത്തിൽ ദൈവം ഉണ്ടായിരുന്നു. ടൈറ്റാനിക്കൽ ദൈവമില്ലാത്തത് കൊണ്ട് അത് പൊട്ടിത്തകർന്ന് അറ്റ്ലാന്റിക്കിന്റെ അതേ അടിത്തട്ടിൽ കിടന്നപ്പോൾ, ദൈവമില്ലാത്ത ടൈറ്റാനിക് പൊട്ടിത്തകർന്ന് അറ്റ്ലാന്റിക്കിന്റെ അടിയിൽ താണപ്പോൾ ദൈവം ഉണ്ടായിരുന്നത് നോഹയുടെ പെട്ടകം ഒലഞ്ഞില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഒലഞ്ഞു. ഇന്ന് പകൽ ഒലഞ്ഞ ബിസിനസ്സുകാർ ഇതിനകത്തുണ്ട്, ഉലഞ്ഞ കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്, ഉലഞ്ഞ ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. നിനക്ക് ഉലച്ചില്ലെന്നല്ല, പക്ഷെ നീ ഉലയുന്നത് ഉടഞ്ഞ് താഴാനല്ല, ഉയരങ്ങളിൽ, അരരാത്തിന്റെ ഉയരങ്ങളിൽ നീ ഉറക്കേണ്ടതിന് വേണ്ടി അത്രേ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് നിന്റെ ഇന്നലത്തെക്കാൾ നിന്റെ നാളെ നല്ലതാകുവാൻ വേണ്ടി പോകുകയാണ്. വേദപുസ്തകം ഉണ്ടല്ലോ, ഓരോ ദിവസം കഴിയും തോറും അതിന്റെ മഹത്വം വർദ്ധിക്കുന്ന പുസ്തകമാണ്. ഉൽപ്പത്തിയേക്കാൾ ഒത്തിരി മഹത്വമാണ് വെളിപ്പാട് പുസ്തകം. ഉൽപ്പത്തിയിൽ 2 പേര് മാത്രമേ മഹത്വത്തിലുണ്ടായിരുന്നു, ആദമും ഹവ്വയും. എന്നാൽ സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിൽ എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം നൽകിയാണ്. ഈ പുസ്തകം നീ ഉയർത്തിയെങ്കിൽ ദൈവം നിന്നെ ഉയർത്തി. ഈ പുസ്തകത്തിലുള്ള കർത്താവിനെ നീ മാനിച്ചുവെങ്കിൽ ദൈവം നിന്നെ മാനിക്കും. നിന്റെ മഹത്വം കുറയത്തില്ല. നിന്റെ പൂർവ്വപിതാക്കന്മാർ, നിന്റെ കുടുംബക്കാർ, നിന്റെ നാട്ടുകാർ ആരും കണ്ടിട്ടാത്ത മഹത്വം സ്വർഗത്തിൽ ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. വിശ്വസിക്കുന്ന 2 കരങ്ങൾ അടിച്ച കർത്താവിനെ നന്ദി പറഞ്ഞാട്. ഓ, വേദപുസ്തകത്തിന്റെ മഹത്വം ഉണ്ടല്ലോ. പഴയ നിയമത്തിലാണെങ്കിൽ മോശയുടെ കാലത്ത് കടൽ വിഭാഗിച്ച്, വെള്ളം വിഭാഗിച്ചാണ് നടന്നത്. എന്നാൽ പത്രോസ് പറയുന്നു, ഞാൻ വെള്ളം വിഭാഗിക്കാൻ നിന്നില്ല, ഞാൻ വെള്ളത്തിന് മുകളിലൂടെയാണ് നടന്നത്. അർത്ഥം മഹത്വം വർദ്ധിക്കുകയാണ് ബൈബിളില്. സ്തോത്രം. പഴയ നിയമത്തിലാണെങ്കിൽ, പഴയ നിയമത്തിൽ ദാനിയേൽ വലിയ പ്രാർത്ഥനക്കാരനാണ്, പക്ഷേ അവന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ അതേ സാത്താൻ തടഞ്ഞു നിർത്തി. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ മഹത്വം വർദ്ധിച്ചു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ കർത്താവ് അധികാരം നൽകി. പഴയ നിയമത്തിലാണെങ്കിൽ, പഴയ നിയമത്തിൽ ഒരാഴ്ച കറങ്ങി നടന്നപ്പോഴാണ് യെരിഹോവിന്റെ മതിൽ വീണത്. പക്ഷെ പുതിയ നിയമത്തിൽ ഒരു പാട്ടിന്റെ 2 ചരണം പാടിയപ്പോ ജയിൽ പൊളിഞ്ഞു, ജയിലർ രക്ഷിക്കപ്പെട്ടു. ആമേൻ. സ്തോത്രം. പഴയ നിയമത്തെക്കാൾ നല്ല മഹത്വം, സ്തോത്രം, കൂടുതൽ മഹത്വം പുതിയ നിയമത്തിൽ കാണുന്നത് പോലെ മനസ്സിലാക്കണം. ഓരോ ദിവസം കഴിയും തോറും നിന്റെ മഹത്വം വർദ്ധിക്കുകയാണ്. സ്തോത്രം. പഴയ നിയമത്തിൽ 2 ഉദാഹരണങ്ങൾ പറയട്ടെ. ഫോർ ദ ഇൻക്രീസിംഗ് ഗ്ലോറി, എക്സീഡിംഗ്ലി ഇൻക്രീസിംഗ്. സ്തോത്രം. മഹത്വം വർദ്ധിക്കുന്നതിനെ കുറിച്ച് 2 സ്വപ്നക്കാരെ കുറിച്ച് നമുക്കറിയാം. ഒന്ന് യോസെഫ്, മറ്റൊന്ന് ദാനിയേല്. യോസെഫിന്റെ കാലത്ത് ഒരു പ്രത്യേകതയുണ്ട്. നെബൂഖദ്നേസർ രാജാവ്, അതെ സ്തോത്രം, ഫറവോന്റെ മുൻപിൽ യോസെഫ് നിൽക്കുമ്പോൾ, മുൻപിൽ യോസെഫ് നിൽക്കുമ്പോൾ യോസെഫ് പറയും, ഫറവോനെ സ്വപ്നം പറ. നീ സ്വപ്നം പറഞ്ഞാൽ ഞാൻ വ്യാഖ്യാനം പറഞ്ഞു തരാം. സ്വപ്നം കേട്ടാലേ എനിക്ക് വ്യാഖ്യാനം വരത്തുള്ളേ. സ്തോത്രം. അത് യോസെഫിന്റെ മോഡലാണ്, യോസെഫിന്റെ അഭിഷേകമാണ്. അവൻ പറയും, നിന്റെ സ്വപ്നം കേട്ടാൽ ഞാൻ അഭിഷേകം പറയാം. സ്തോത്രം. അതെ, ഫറവോൻ സ്വപ്നം പറഞ്ഞു, യോസെഫ് അതെ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു. എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ, ദാനിയേലിന്റെ കാലമായപ്പോൾ, നെബൂഖദ്നേസർ രാജാവിന്റെ മുൻപിൽ നിന്നിട്ട് അവൻ പറയുകയാണ്, ഹേ
നെബൂഖദ്നേസർ രാജാവേ, നീ സ്വപ്നം പറയണ്ട, ഞാൻ തന്നെ സ്വപ്നവും പറഞ്ഞു തരാം, വ്യാഖ്യാനവും പറഞ്ഞു തരാം. മനസ്സിലായവർക്കായി സ്തോത്രം. സ്തോത്രം. യോസേഫിന്റെ കാലത്താണെങ്കിൽ സ്വപ്നം കേൾക്കണമായിരുന്നു വ്യാഖ്യാനിപ്പാൻ. പക്ഷെ ദാനിയേലിന്റെ കാലമായപ്പോഴേക്കും സ്വപ്നവും ദാനിയേൽ തന്നെ പറയുന്നു, വ്യാഖ്യാനവും ദാനിയേൽ തന്നെ പറയുന്നു. അർത്ഥം, ഇന്ന് ബൈബിൾ വിശ്വസിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ മാത്രം, ബാക്കിയുള്ള എല്ലാവരും അതുപോലെ ഇരുന്നാൽ മതി. വേദപുസ്തകം വിശ്വസിക്കുന്നവരാണെങ്കിൽ വലതു കിടന്നിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് പറ, നിങ്ങളുടെ മഹത്വം വർദ്ധിക്കാൻ പോവാ. പറഞ്ഞാട്ടെ, നിങ്ങളുടെ മഹത്വം വർദ്ധിക്കാൻ പോവാ, നിങ്ങളുടെ മഹത്വം വർദ്ധിക്കാൻ പോവാണ്. സഭയെ, ജോസ് പാസ്റ്ററെ, ഞാൻ നിങ്ങൾ നോക്കി, യേശുവിന്റെ നാമത്തിൽ വലിയ പ്രവചനമൊന്നുമല്ല പറഞ്ഞത്, ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. നിങ്ങളുടെ നല്ല കൺവെൻഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ, നിങ്ങളുടെ നല്ല ശുശ്രൂഷ വരാൻ പോകുന്നതേ ഉള്ളൂ, നിങ്ങളുടെ നല്ല ക്രൂസൈഡ് വരാൻ പോകുന്നതേ ഉള്ളൂ, നിങ്ങളുടെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വചനമനുസരിച്ച് ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവമൈതൽ ഒരിക്കലും പിന്നോട്ട് തിരിഞ്ഞു നോക്കത്തില്ല, പിന്നോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ നീ മുന്നോട്ട് കുതിക്കുകയാണ്. യെസ്, വായി തുറന്ന്, വായി തുറന്ന്, വായി തുറന്ന്. ഇന്ന് രാത്രി അസൂയയില്ലാത്ത എല്ലാവരും വായി തുറന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഈ ഹാളിൽ കയറുന്നതിന് മുൻപ്, അല്ലെങ്കിൽ കയറി വന്നപ്പോൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയെങ്കിൽ നിന്റെ അവസാനത്തെ തിരിഞ്ഞു നോട്ടമാണിത്. നീ ഒരിക്കലും തിരിഞ്ഞു നോക്കി കരയത്തില്ല. നിന്റെ ഭാവിയെ നോക്കി നീ പുഞ്ചിരിയിടും. ഓരോ ദിവസം കഴിയും തോറും നിന്റെ മൂർച്ച കൂടും, നിന്റെ മഹത്വം വർദ്ധിക്കും. നീ കണ്ടിട്ടില്ലാത്തത് കാണുവാൻ പോകുന്നു, നീ ചെയ്തിട്ടില്ലാത്തത് ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് നിന്റെ ഇന്നലത്തേക്കാൾ നിന്റെ നാളെ നല്ലതാകാൻ പോകുന്നു. നിന്റെ അപ്പൻ കണ്ടതിനേക്കാൾ, നിന്റെ അമ്മ ചെയ്തതിനേക്കാൾ, നിന്റെ കുടുംബക്കാർ അനുഭവിച്ചതിനേക്കാൾ വലുത് ദൈവം നിന്നിലൂടെ UAE-ക്ക് വേണ്ടി, ലോക രാജ്യങ്ങൾക്ക് വേണ്ടി, ഇന്ത്യൻ ചർച്ചിന് വേണ്ടി കർത്താവ് നിന്നിലൂടെ പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു. നിന്റെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. The best yet to come. അതുകൊണ്ട് നീ അല്പവിശ്വാസിയാകല്ല. സ്തോത്രം. നാളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവൻ അല്പവിശ്വാസി. സോ അവിശ്വാസം നമുക്ക് വേണ്ട, അല്പവിശ്വാസത്തിൽ നമുക്ക് തങ്ങേണ്ട. മൂന്നാമത്തെ ലെവൽ അത്രേ, സ്തോത്രം, വിശ്വാസം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, വിശ്വാസം. ശബ്ദമുയർത്തി, വായു തുറന്ന്. എന്താണ് വിശ്വാസം? എബ്രായർ സ്തോത്രം 11:1 ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, Now faith is the substance that to be hoped for. ഇപ്പോൾ സംഭവിക്കുന്നതാണ് വിശ്വാസം, നാളെ ഉണ്ടാകുന്നതല്ല വിശ്വാസം, അടുത്ത ദിവസമല്ല, അടുത്ത 6 മാസം കഴിഞ്ഞിട്ടല്ല, ഇപ്പോൾ സംഭവിക്കുന്നതാണ് വിശ്വാസം. സഹോദരങ്ങളെ, ഇപ്പോൾ സംഭവിക്കുന്ന ആ വിശ്വാസം ഉണ്ടല്ലോ, അതൊരു അത്ഭുതത്തിന്റെ ജീവിതമാണ്. സ്തോത്രം. അതെ, അത്ഭുതത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരേണ്ട, പകരം സ്തോത്രം, നിങ്ങൾ വിശ്വസിച്ച്, യേശുവിൽ വിശ്വസിച്ച് നിങ്ങൾ ജീവിച്ചാൽ ആ ജീവിതം ഒരു അത്ഭുതത്തിന്റെ ജീവിതം. വിശ്വാസി എന്ന് പറഞ്ഞിട്ട് അവിശ്വാസിയെ പോലെ ജീവിക്കുന്നെങ്കിൽ അതൊരു അത്ഭുതമാണ്. മനസ്സിലായില്ല? സിഡ്നിയിൽ നിന്ന് ദുബായിലേക്കല്ല ഏറ്റവും വലിയ ദൂരം, തലയിൽ നിന്ന് ആത്മാവിലേക്കാണ് ഏറ്റവും വലിയ ദൂരം. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. സ്തോത്രം. വിശ്വാസി എന്ന് പേര് പറഞ്ഞിട്ട് ദൈവമില്ലാത്ത അവിശ്വാസിയെ പോലെ ജീവിക്കുന്നെങ്കിൽ അതൊരു അത്ഭുതമാണ്. എന്നാൽ വിശ്വാസി എന്ന് പറഞ്ഞിട്ട് അത്ഭുതങ്ങളെ കണ്ട് ജീവിക്കുന്നെങ്കിൽ അതൊരു അത്ഭുതമേ അല്ല, അതൊരു നോർമൽ ക്രിസ്ത്യൻ ലൈഫാണ്, അതൊരു സാധാരണ ക്രിസ്തീയ ജീവിതമാണ്. ഞാൻ ആവർത്തിക്കാം. സ്തോത്രം. വിശ്വാസി എന്ന് പറഞ്ഞിട്ട്, സ്തോത്രം, നോർമൽ, അതെ, വിശ്വാസി എന്ന് പറഞ്ഞിട്ട് നാച്ചുറലി നീ ജീവിക്കുന്നെങ്കിൽ അതൊരു അത്ഭുതമാണ്. എന്നാൽ വിശ്വാസി എന്ന് പറഞ്ഞിട്ട് നീ സൂപ്പർ നാച്ചുറൽ ജീവിക്കുന്നെങ്കിൽ അതൊരു അത്ഭുതമേ അല്ല. പിടികിട്ടിയില്ല? വിശ്വാസി എന്ന് പറഞ്ഞിട്ട് നീ ജീവിക്കുന്നത് സൂപ്പർ നാച്ചുറൽ ആണെങ്കിൽ, സ്തോത്രം, അതൊരു അത്ഭുതമേ അല്ല. കാരണം ആത്മീയ ജീവിതം നാച്ചുറൽ ലൈഫല്ല, ആത്മീയ ജീവിതം സൂപ്പർ നാച്ചുറൽ ലൈഫാണ്. പലപ്പോഴും വിശ്വാസി ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവേ, എനിക്ക് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ്. ആണോ? ഓക്കെ, ഗുഡ്. 2-3 പേര് പറഞ്ഞോളൂ യെസ് എന്ന്. ഓക്കെ, സ്തോത്രം. ഞാൻ കൂടുതൽ എൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നു. ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ്, 2 മക്കൾ, 2 മക്കൾ, 3 ബെഡ്റൂം ഫ്ലാറ്റ് അല്ലെങ്കിൽ 3 ബെഡ്റൂം വീട്, നാട്ടിൽ 3 ബെഡ്റൂം വീട്, 4 വീലുള്ള കാറ്, 4 വീലുള്ള കാറ്, 5 ശമ്പളം. സ്തോത്രം. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ആരും മിണ്ടുന്നില്ലല്ലോ. കർത്താവേ, എൻ്റെ കാര്യം, എൻ്റെ പ്രാർത്ഥന വിഷയം ഇതാ ദൈവദാസൻ വിളിച്ചു പറഞ്ഞു എന്നാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ്, 2 പിള്ളേർ, 3 ബെഡ്റൂം, സ്തോത്രം, വീട്, പിന്നെ 4 വീലുള്ളതായ കാറ്, 5 ശമ്പളം, സന്ധ്യമായി ഉഷസമായി എൻ്റെ ജീവിതം. സ്തോത്രം. ഇത്
ചാവക്കാടുകാരനും കിട്ടും, അവൻ രക്ഷിക്കപ്പെടണ്ട.